നമുക്ക് ഉദയ്പൂരിൽ ഒരു സുഹൃത്തിനെ കിട്ടി കേട്ടോ, മൻ. There's a dog, a German Shepherd, and he's really big. कहाँ है? चाहिए? काटता है क्या? No. Are you good with dogs? No, I'm not good with dogs. अच्छा. कोई बात नहीं, it's okay. वो तो गुड है, बेन तो गुड है, उसके घर पे बहुत सारा है. His name is Shadow. शैडो. अच्छा. He's a big beast. बीस्ट. കാട്ടേगा क्या? No, no. देखते No, हैं. he's very innocent also. ഇന്നസെന്റ് ഓൾസോ. നമ്മുടെ ബെന്നിന്റെ കൂട്ടുകാരനാ. ബെന്ന് ജയ്പൂർ പഠിക്കാൻ പോയപ്പോൾ അവൻ്റെ കൂടെ ഡിസൈനിങ് പഠിച്ച പയ്യനാണ്. അപ്പോൾ അവൻ്റെ അപ്പൂപ്പൻ്റെ വീടായത്. ഇവിടെ ആണ് ഒരു ഭീമാകാരം പട്ടിയുണ്ട് കേട്ടോ, ഷാഡോ എന്ന പേര്. എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. Lot of cinematographic edits. These days people are using it. ഇത് നമ്മുടെ ഉദയ്പൂർ സിറ്റിയുടെ ഹൃദയഭാഗത്താട്ടോ. ആക്ച്വലി നമുക്ക് ഈ ബാൽക്കണി ചെയ്തിട്ട് നമ്മളിത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ടോപ്പ് വ്യൂ മൊത്തം കാണാം. आपके जैसी आदमी. कौन सी आदत? Uncle is also same, you know, like you, always recording videos. कहाँ? फोन में? Phone में. अच्छा. And he doesn't even ask us. कि पूछते भी नहीं है. हाँ. अच्छा वीडियो बनाना है, फटाफट वीडियो बना के कहीं भी व्हाट्सएप ग्रुप में भेज दें. अच्छा, वो तो मस्त चीज है भाई. He is the original content creator. या രാവിലെ തന്നെ ഓരോന്നും കത്തിക്കുക. ആണ് ചാച്ചിയുടെ വീട്. നമുക്ക് ഒരു ഹോം ടൂർ അടിക്കാം. ഇവിടെ എന്താണ്, ഇവിടെ പുള്ളി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പുള്ളിക്ക് 70 വയസ്സായി. ഈ പട്ടി നായിൻ്റെ മോനെ കൊണ്ടുണ്ടല്ലോ, വലിയ ശല്യം. നക്കും കടിക്കൂല, നക്കും. ഭാഗ്യം പാനിട്ട് തന്നാൽ ഞാൻ നിക്കറിട്ട് ഇറങ്ങായിരുന്നു. എൻ്റെ പേരാണ് ഷാഡോ. ഇതാണ് മൂപ്പറുടെ വീട്. പുള്ളി രാജ്പൂത് കേട്ടോ. ആക്ച്വലി ഇവർ ഈ ഹവേലിയുടെ പുള്ളിയുടെ ആൻസസ്റ്റേഴ്സ് ആയിട്ട് പണിതാണ്. അപ്പം ഫുൾ ഇതൊക്കെ ആരാണോ? ഇത് കൊള്ളാലോ. ഇതാണ് മൂപ്പരാണോ? എൻ്റെ മോനെ സീൻ തന്നെ. ഒരു സെൽഫി എടുക്കാം. വെൽക്കം ടു സലേറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഈ കോളനിയുടെ പേര് സലേറ ഹവേലി. പുള്ളിയുടെ ഷർട്ടൊക്കെ തൂക്കിയിട്ടേക്കുന്നു. പുള്ളി ഒറ്റയ്ക്കുള്ള ചെയ്തോ കേട്ടോ. 70 വർഷമായിട്ടുള്ള ഒരു അപ്പൂപ്പൻ. ഇനി ഉള്ളോട്ട് കയറി പോകണോ? വേണ്ട. ഇവിടെയും മറ്റേ രാജസ്ഥാനി ഫുൾ സെറ്റപ്പ് പോലെ തന്നെ ഉള്ള സെറ്റപ്പാണ്. ഇതാണ് ഷെയ്ഡിയെ കൊണ്ട് വലിയ ശല്യം. ഒരു ഭീമാകാരം പട്ടി കേട്ടോ. ഞാൻ തീരെ പട്ടിലോട്ട് എനിക്ക് പറ്റൂല. വീടിന്റെ അടുക്കള ഭാഗം ഇവിടെ കേട്ടോ. ये भी ब्लॉग में डालेगा. ഏ ये भी ब्लॉग में डालेगा. कौन सा? ये नहीं मैं तो ये वाला डालू. ഒരു ആമ, ഒറിജിനൽ ആമ, വളർത്താമ. വീട്ടിലൊക്കെ കടലാമ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വളർത്താമ എന്തിനാണ്? ഇവിടെ കൂടുണ്ട്. ഈ കൂട് എന്തിൻ്റെയാണ്? ഈ നായിൻ്റെ മുമ്പ് പിന്നെയും വരും. ഇവ എന്നെ കൊല്ലും. ഇവിടുന്ന് ഇറങ്ങി ഓടണമെന്ന് തോന്നും മിക്കവാറും. വീടിൻ്റെ മേളത്തെ നിലയിലേക്ക് പോകട്ടോ. ഇതിപ്പോൾ 3ാമത്തെ നിലയായി. ഇവിടെ തന്നെ നല്ല അത്യാവശ്യം വ്യൂ ഉണ്ടോ? ഉദയ്പൂർ സിറ്റി ഫുള്ള് കാണാം. ഇങ്ങനെ മേളിൽ പോകാം. അതെ, നമ്മുടെ മഞ്ഞ് മേളിൽ നിൽപ്പുണ്ട്. കുറച്ചുകൂടെ മേലോട്ട് കയറാം. ഈ നായിൻ്റെ മോനൊക്കെ ഉണ്ട്. നായിൻ്റെ മോൻ മുള്ളി. ഇതാണ് വ്യൂ. ഇവിടെ ഒരു പെറ്റ് ഷോപ്പ് തന്നെ ഉണ്ട് കേട്ടോ. കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. കൂടും കിളിക്കുള്ള തീറ്റ എല്ലാം ഉണ്ട്. കിളി കാണുന്നത്. കിളിയെല്ലാം എൻ്റെ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു. തട്ടി നോക്കട്ടെ. ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അവിടെ ഒന്ന്, ഇവിടെ 2. വേറൊരു കളർ കിളിയ. പിന്നെ ആമ, പട്ടി, പിന്നെ ഈ കൂട് വേറെ എന്തെങ്കിലും സെറ്റപ്പാ. പിന്നെ ഇവിടെ മറ്റേ രംഗോളിയൊക്കെ ചെയ്ത് വെച്ചേക്കുന്നുണ്ട് വഴിയിലൊക്കെ. നൈസ് വീട് കേട്ടോ. ഒരു ടിപ്പിക്കൽ ഉദയ്പൂർ ഘർ. ഞങ്ങളൊന്ന് മേളിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കേ നമ്മുടെ ആമക്കൊട്ടൻ്റെ ഇവിടെ നടന്നത് ഇവിടെ എത്തി പയ്യതെ നീങ്ങുന്നുണ്ട്. ദാദ അടുക്കളയിൽ നിന്ന് ചായ അടിച്ച് കൊണ്ടുവന്ന് 1/2 ഗ്ലാസ് വെച്ച് കൊടുക്കുള്ളൂ. പാല് കുറവായെന്നുണ്ടോ? പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ ചായ കുടിക്കത്തില്ല. അതെങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ തൊട്ടന്മാർ എന്നെ തെറി വിളിക്കുമെന്ന് തോന്നുന്നു. അരെ സാലയ്ക്കാ കേസക്കറ എന്നൊക്കെ പറയും. ഇനിയിപ്പോൾ ദാദുവിന് കൊടുക്കാം. ചാച്ച വന്നിട്ട് ചായ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സാധനം കൊള്ളത്തില്ലെന്ന് തോന്നുന്നു. കളർ വെള്ളം കലക്കിയ പോലെ ഉണ്ട്. പക്ഷേ സ്റ്റിൽ സാധനം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ അവൻ പറഞ്ഞു. ഞാൻ കുടിക്കത്തില്ല, എന്തോ ചെയ്യും. നല്ല കടുപ്പമാണ് തോന്നുന്നു കണ്ടിട്ട്. ചാച്ചന് ചെവി കേൾക്കില്ല, അതുകൊണ്ട് മറ്റേ ഇയർ ആ സാധനം ഉപയോഗിച്ചാണ് പുള്ളി കേൾക്കുന്നത്. ഞാൻ ചോദിച്ചിട്ടൊന്നും പുള്ളിക്ക് അത്രയും വ്യക്തമാകുന്നില്ല കാര്യങ്ങളൊന്നും. പക്ഷെ പുള്ളി ഇച്ചിരി ന്യൂജനാട്ടോ, സെറ്റപ്പാണ്. രാവിലെ തന്നെ ബീഡി വലിച്ചിരിക്കുക. ചായയുടെ ഒപ്പം ഒരു ബീഡി.
the lava which has been cooled down throughout years. All Alavali is made about that. Yes. Mostly आप जब माउंट आबू जाते हो तो इसमें आप रॉक फॉर्मेशन देखते हो. You see beautiful rocks. Have you seen Toad Rock? क्या Saw Toad Rock? I बहुत- did rappel down from Toad Rock. अच्छा वहाँ रैपलिंग है क्या? हाँ बहुत भीड़ थी फिर भी वहाँ. No, not that time. हाँ कब थी? But in the morning, early morning. अर्ली मॉर्निंग. अच्छा ठीक है ठीक है. हाँ मैं तो दोपहर गया था. So I rappelled down from Toad Rock as well. Have you seen Arbuda Mata ka mandir? हाँ Behind that is a very big wall. या 400-500 feet. वॉल. Yeah, वॉल वो तो नहीं मिले. Mountain wall. हाँ We climbed that wall as well. अच्छा बहुत मस्त चीज़ है अभी. It's 400 feet high wall. It's a multi-pitch climb. Big. A nature conservative, an avid bird watcher, and sir is also a traveler by himself, nature lover, tree planter. बहुत So बढ़िया. many words for him. या मैंने देखा एक वहाँ एक ये है ना टॉय एंगल लिखा है. क्या टॉय एंगल का वो स्टोरी क्या है? कैसे क्यों बुला रहे हैं ऐसे? Well, I used to go to places where the youth comes, and I used to go with my puppy and around there. And हाँ they used to watch me, and they didn't dare to ask my name. हाँ they सिर्फ बुलाते हैं And ऐसे ही. again, they saw me again and again, and they themselves named me Toy Uncle. टॉय एंगल. अच्छा वो वाला वो कहाँ से मिला? वो वाला लिखा हुआ ना टॉय एंगल. ये फिर एक दोस्त है, तालिब is a friend. हाँ. Later they came to know about my name and things, but then they still call me Toy Uncle, and अच्छा they, on my birthday, he gave me this. He Oh. made it work. He is an artist. He creates. അതുകൊണ്ട് ആ ടോയ് എങ്കിൾ എന്നുള്ള സാധനം പുള്ളി എല്ലാവരും ടോയ് എങ്കിൾ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഒരു ബർത്ത്ഡേക്ക് കൊടുത്ത ഗിഫ്റ്റ് അത്. ആക്ച്വലി ഞാൻ വെറുതെ ചോദിച്ചാട്ടോ മൂപ്പര് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു 1976 അബു റോഡ്, ഇവിടുന്ന് അബു റോഡ് വരെ അത്യാവശ്യം ദൂരമുണ്ട്. കിतना दूर है यहाँ से अबू रोड? മൗണ്ട് അബു 180 അത്രയും കിലോമീറ്റർ ആണ്. അത് പുള്ളി സൈക്കിളിലാണ് പോയത് 1976. അത്രയും വലിയൊരു പുള്ളിക്കാരൻ. More. अभी कितना है? 160, 170, पहले 150 175 मतलब 175, 175 കിലോമീറ്റർ. അന്ന് ഹൈവേ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയായിരുന്നു. അങ്ങനെ വലിയൊരു മനുഷ്യനാണ് പുള്ളിക്കാരൻ. He organized a tube well up there, ആ up on the height. Below, behind the village, there is no ground water. But on the hilltop, there is water. We organized a tube well with a motor, and now we have planted there. अच्छा All these hills you see are barren. No. हाँ Last hill on top, we planted 20 plants a year and a half ago, and now they are about 12 of them are very good surviving, growing good. I take him there, I stay there also sometimes overnight. We stayed also one night there. हाउ फार फ्रॉम हियर? 25 किलोमीटर्स. अच्छा that place which he's talking about, it's basically the highest point पॉइंट इन उदयपुर. in Udaipur. Now Acha. one can visit there. That is, after that there is little higher where there is army there. हाँ नो वी कांट विजिट देयर. No, we can't. But the thing is, आप तो जा सकते हो ना? नहीं. नहीं कोई भी नहीं जा सकता. Basically, there is not army है वहाँ पर, but they are doing some logistics or some intelligence work there. ओके फाइन फाइन. I saw a few people there, but nobody is really allowed. अच्छा So you go to another village, and from that village you climb another hill. ओके देन यू विल रीच देयर. Then you reach. Oh. It's about the same height of that army camp. Okay, which is okay. on the top. ഓക്കെ അങ്ങനെ ഒരു 1.5 മണിക്കൂർ ചാച്ചുവിൻ്റെ ഒപ്പവും മണ്ണിൻ്റെ ഒപ്പവും ഇരുന്ന് കത്തിയടിച്ചതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് ചാച്ചുവിൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ പറയാം. ഫുഡ് കഴിക്കാൻ വേണ്ടി ഈ റെസ്റ്റോറൻറ്റ് വന്ന കേട്ടോ. ആക്ച്വലി ഇവിടുത്തെ ഇഷ്യൂ എന്നറിയോ, ഇവിടെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. മെനു കാർഡ് കാണിച്ചു തരാം. ഇതിനകത്ത് പറാട്ട ഐറ്റംസ് ഒന്നും പുള്ളിക്ക് ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റില്ല, ടൈം എടുക്കും. പ്ലെയിൻ പറാട്ടയിലും ആലു പറാട്ടയിലും നമ്മൾ പൊതുവെ അതാണല്ലോ കഴിക്കുന്നത്. ഇവിടുത്തെ മെയിൻ ആയിട്ട് ഞാൻ പറയാം ദാൽ ബാട്ടി. അത് ഓർഡർ ചെയ്താൽ മാത്രം 280 രൂപയ്ക്ക് കിട്ടും പെർ പേഴ്സൺ അൺലിമിറ്റഡ്. പക്ഷേ എനിക്കത് വലിയ താല്പര്യമില്ല. പിന്നെ ആ ഇവിടെ അവൈലബിൾ ഈ സാധനങ്ങൾ ബ്രെഡും സാൻഡ്വിച്ചൊക്കെ. പിന്നെ ഞാൻ ഒരു വെജ് സാൻഡ്വിച്ചും ഒരു ബട്ടർ ടോസ്റ്റും പറഞ്ഞു. വെയിറ്റ് ചെയ്യാം. ഇതാണ് അടുക്കള. പെട്ടെന്ന് ഉണ്ടാക്കി തരുന്നുണ്ട്. ഇവിടെ ആരെയും കാണുന്ന പോലും ഇല്ല. ആരൊക്കെ എവിടെ പോയി കിടക്കുന്നുണ്ട്. ഇവിടുത്തെ വെള്ളം ഇങ്ങനെ അടച്ചിട്ടുണ്ട് കുടത്തിൽ.
നാച്ചുറൽ രീതി തന്നെ. മഞ്ഞിവിടെ ചെറുതായിട്ടേ പാർട്ട് ടൈമായിട്ട് ലോക്കൽ ടൂർ ഗൈഡായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ എന്നെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങാൻ വേണ്ടി കൊണ്ടുവന്നേക്കും, ഇവിടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലിന് തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഈ ഗംഗോർ ഘാട്ട് വരുന്നത്. ഇവിടുത്തെ ഏറ്റവും മെയിൻ ഘാട്ടാണ് ഗംഗോർ ഘാട്ട്. പിന്നെ ഇവിടെ 3 ഇത് കാണാമല്ലോ, 3 ഡോറ് കാണാമല്ലോ. അപ്പോൾ അതിൻ്റെ പേര് ട്രിപ്പോളി ഘാട്ട്, കാരണം 3 ഉള്ളതുകൊണ്ടാണ് ആക്ച്വലി. ഇവിടെ ഭയങ്കര ഒരു പ്രൈം സ്പോട്ടാട്ടോ. ഇവിടെ അതുപോലെ ആൾക്കാർ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അതുപോലെ അവിടെ ഒരു ഫോർട്ട് കാണാം. അതിൻ്റെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പാലസ് കാണാം, വാട്ടർ പാലസ്, ജൽ പാലസ്. ഉദയ്പൂരിലെ വാട്ടർ പാലസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ കുറേ പീജൻസിനെ കാണാം. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പീജൻസിനെ പറപ്പിക്കാൻ പാടില്ല, 1000 രൂപയുടെ ഫൈൻ ഉണ്ട്. സ്റ്റിൽ കുറേ പേര് പറപ്പിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. To go there, the boat price is 500 rupees per head, right? And when you go there, one tea will cost you somewhere around 150 rupees, 150 rupees. Oh my god, It's a very big thing. I went there with few of my friends, I went there only one time, man. एक बार गया था and I was like, fuck it, I'm not going to come here again. Why? Too expensive. ഗംഗോർ ഘാട്ടിലേക്കുള്ള എൻട്രി ആട്ടോ ഇത്. ഇവിടുത്തെ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ആൾക്കാർ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് ഇനി പോവാം. നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് चाचू വീട്ടിൽ. मंडोर गार्डन वहाँ है क्या? अच्छा, ये क्या है वैसे? हाँ अंकल, ये लो ഷെയ്ഡി. ഇന്നലെ രാവിലെ നമ്മളിവിടെ വന്നു കേട്ടോ. ഇപ്പോൾ രാത്രിയായി വീണ്ടും എന്തോ മേടിച്ചുകൊണ്ട്. ഇതാണ് ഷാഡോ പാർട്ടി. ഇന്ന് ഞാൻ വേറെ ഡ്രസ്സും മാറ്റി ടീഷർട്ട് മാറ്റി വന്നപ്പോൾ എന്നെ മനസ്സിലായല്ലോ. എന്നിട്ട് അവൻ എന്നെ നക്കാൻ വന്നു. ആദ്യത്തിന് രക്ഷപ്പെട്ടു. और बोल, तुझे क्या और क्या सीखने हैं? वो तो सही है, वो तो राजस्थानी है ना. राजस्थान में ही घूमे. बाकी बाहर में तो अब्रोड तो नहीं गया मैं. अब्रोड तो अब्रोड क्यों नहीं गए? माउंट आबू तो गया, अब्रोड. अच्छा, हाँ वो बोल रहा अब्रोड. ओके. मैं भी ऐसा सोच रहा था ना. मैं अब्रोड में था और नहीं माउंट आबू में था. और ऑटो वाले पूछ रहे थे कि आओ ऑटो लेते अब्रोड जाते. अब्रोड कैसे? फिर मैं रिवाइंड करके सोच लिया, हूँ अब्रोड ही बोल रहा. वही है. तू बोल, तुझे क्या सीखना है और क्या कुछ सीखना है मलयालम में? बाकी तुम्हें पहाड़ों में तो अंकल घूमे. I wanted to learn Malayalam because of what thing? Yeah, because in my college there were very beautiful Mallu girls. Mallu girls, okay, I see. You helped one of the Mallu boy to reach here, but you can't find I am him. talking about the same group. सेम ग्रुप. बहुत सारी लड़कियां बहुत क्या सारी लड़कियां थी. That was जयपुर the में? same group. Yeah, आपका कॉलेज वहाँ कहाँ है वैसे? It's in Jaipur. जयपुर में कहाँ है? It's in, City में क्या? No, it's outside the city. आउटसाइड सिटी, ओके. Basically, वरना there मैं is मिल one जाता. patch which has wildlife हाँ. in Jaipur. हाँ. It's in that patch. अगर मैं ना हम एक दूसरे नॉर्थ इंडिया में कोई मलयाली को देख लिया, फिर हम उनसे पूछेंगे नाटिल एवड़या. बोलो नाटिल एवड़या. नाट्य लेवड़िया. मतलब वेयर आर यू इन केरला? अच्छा, हाँ मैं समझ गया. समझ गया ना? एवड़या. हाँ, वो वेयर तो समझ नाटिल एवड़या. नाड मीन्स होम. अच्छा, घर कहाँ पर है? घर नहीं, वैसे हम पूछ रहे देयर आर 14 डिस्ट्रिक्ट्स राइट. हाँ, ओके. तो उनमें से कहाँ से हैं? कोच्चि से है, त्रिवाड्रम से है, कैलिकट से तूने है. ये पूछा कि तूने क्या पूछा? मैंने तो हेलो ही बोला. अरे ये गलती. हेलो इन इंग्लिश. हेलो इन इंग्लिश. The biggest mistake, fool. हाँ वो तो You सही. should have said something in Malayalam. Yeah. और थोड़ा मतलब यूँ भी कहते हैं ना कि even I can hang out. मतलब हम अपना ग्रुप मिक्स हो जाता है. हाँ अच्छा वो क्योंकि तो you also had boys with you, right? नो मैं अकेला था वो तब. अच्छा, तो कोई बात नहीं थी. हाँ चाचू मैं जा रहा हूँ. मैं वैसे ब्लॉग बनने के लिए लाया था, ठीक है. थैंक यू. नन्नी वी से इन मलयालम. नन्नी, थैंक यू. ओके नन्नी. ओके चाचू, टाटा, टेक केयर. ഓക്കെ ബൈ. ഓക്കെ താങ്ക് യു സോ മച്ച്. ഓക്കെ അപ്പോൾ നമ്മൾ തിരിച്ചു പോട്ടോ. ഷെയ്ഡിയോടും ബാക്കി പറഞ്ഞു ബായി പറഞ്ഞ് നമുക്ക് പോവാം. കേട്ടാ പട്ടി നായിൻ്റെ മോനെ. ओके शेडी, चल तू अभी नहीं जा रहा बाहर जा. അപ്പോൾ മഞ്ഞിനോടും ചാച്ചിനോടും ഫൈനലി ഉദയ്പൂരിനോടും വിടാം.